ഡോക്ടറെ, റമളാൻ മാസമാണല്ലോ വരുന്നത്. അപ്പം ഗർഭിണികളായ സ്ത്രീകൾ നോമ്പെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഞാൻ നോ എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ പ്രഗ്നൻസിയിൽ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പറയും. അത് എന്താണെന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്ലഡ് ഷുഗർ എപ്പോഴും ബോഡിയിൽ ഉണ്ടായിരിക്കണം. നമുക്ക് ബ്ലഡ് ഷുഗർ കുറഞ്ഞാൽ അത് ബേബിനെയും എഫക്റ്റ് ചെയ്യും. പിന്നെ വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ മൂത്രത്തിൽ പഴുപ്പ് വരാൻ ചാൻസ് കൂടുതലാണ്. കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. കീറ്റോൺ ബോഡീസും കൂടുതലായിരിക്കും. ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മദറിൻ്റെയും ബേബിയുടെയും ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി തനിക്ക് ഓൾറെഡി ബ്ലഡ് ഷുഗർ പ്രഗ്നൻസിയിലുണ്ട്, ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നാണ് പറയാം, BP കൂടുതലാണ്, ഹീമോഗ്ലോബിൻ കുറവ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, നേരത്തെ മാസം തികയുന്ന മുമ്പേ പ്രസവിച്ചതാണ് എന്നിവ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ നോമ്പെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് 3 months ആൻഡ് ലാസ്റ്റ് 3 months നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. അതിൻ്റെ ഇടയിൽ നോമ്പെടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോളൂ. പക്ഷേ പെട്ടെന്ന് തലചുറ്റൽ, ക്ഷീണം, അനക്കക്കുറവ് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ നോമ്പ് മുറിച്ചോ കേട്ടോ. നമുക്ക് നോമ്പ് കലാവീട്ടി എടുക്കാമല്ലോ. പിന്നെ അയണും കാൽഷ്യം എടുക്കാൻ മറക്കരുത്. നോമ്പ് എടുക്കുമ്പം തന്നെ അത്താഴ സമയം നല്ലോണം വെള്ളം കുടിക്കുക. നോമ്പ് മുറിച്ചാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. അയണും കാൽഷ്യം കഴിക്കുക. ഓരോ പ്രഗ്നൻസി ഡിഫറെൻ്റ് ആണ്. ഓരോ പ്രഗ്നൻസി പ്രഷ്യസ് ആണ്. ഈ പുണ്യമാസത്തിൽ നമുക്ക് അമ്മയുടെയും ബേബിയുടെയും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് നൽകാം. റമദാൻ കരീം.